ബാക്ക് യാർഡാണിത്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക്ബെറിയുടെ ചെടികളുണ്ട്. ഇതാ കണ്ടോ. അപ്പം ഇന്ന് കുറച്ച് ബ്ലാക്ക്ബെറി പിക്കിങ് ആയാലോ എന്ന് വിചാരിക്കുന്നു. കുറേ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു ബഞ്ച് നിൽക്കുന്നതാണ്. ഇതൊക്കെ ഭയങ്കര മുള്ളുണ്ട്. ആദ്യമായിട്ടാണ് ഞാനും ബ്ലാക്ക്ബെറി ചെടി കാണുന്നത്. നാട്ടിൽ ഒന്നും ഇതില്ലല്ലോ. ഇവിടെ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു വൈൽഡ് പ്ലാന്റ് പോലെ ഉണ്ട്. ഇവിടെ നിറയെ ഇവിടെ നിറയെ നിൽക്കുന്നുണ്ടോ, ഒത്തിരി ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതിങ്ങനെ വെറുതെ നിൽക്കുന്നതല്ലേ, ഒന്ന് പിക്ക് ചെയ്ത് കഴിച്ച് നോക്കാം. ഇന്ന് ഭയങ്കര കാറ്റുള്ള ദിവസമാണ് കേട്ടോ. മരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഭയങ്കര കാറ്റ്. കാറ്റിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ലടാ, ഇത് ബ്ലാക്ക്ബെറി. അത് അതിന്റെ റൈപ്പ് ആവാത്തതാണ്. ഈ ബ്ലാക്ക് കളർ ആകുമ്പോഴാണ് നല്ലപോലെ പഴുത്ത് വരുന്നത്. അല്ലടാ, അത് വളർന്ന് മെച്ചുവറാകുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഉണ്ടകളുള്ളതാണ്. ബ്ലാക്ക് കളറിലുള്ളത് നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ അടിയിൽ അത് തന്നെ, അതും എൻ്റെ അടിയിൽ നിൽക്കുന്നതൊക്കെ. അതാ ഞാൻ പറഞ്ഞേ. ഇവിടെ ഈ ബഞ്ചുണ്ട്. ഇല പോലെ ക്യാമഫ്ലോജ് ആയിരിക്കുന്ന ഒരു ജീവി. എവിടെ ഇത് പിടിച്ചേ നോക്കട്ടെ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല അല്ലേ? അതാ ഇവൻ തന്നെ. കുറെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും എത്തിയെടുക്കാൻ വയ്യ. നിർത്താന്ന് വിചാരിക്കുകയാണ്. സ്ലോ ബെറി എന്ന് പറഞ്ഞത് ഇവിടെ ഞങ്ങളുടെ നെയ്ബർ ഇപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് സ്ലോ ബെറി എന്നാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ചെറിയ സാവറായിട്ടുള്ള, അതിനി സാവ ബെറി എന്നാണോ പറഞ്ഞതെന്ന് അറിയില്ല കേട്ടോ, മനസ്സിലായില്ല. അപ്പം ഞങ്ങളിത് അവിടെ വെളിയിൽ നിൽക്കുന്ന കണ്ട് കുറച്ച് പൂക്കൾ, ഇതെന്ത് പൂവാണെന്ന് അറിയില്ല. ഈ പൂ എടുത്തു. ഈ പൂ പറിച്ചു. പിന്നെ ഇത് ഹോപ്പ്ഫുള്ളി ബ്ലാക്ക്ബെറീസ്. പിന്നെ ഇതിൻ്റെ പേര് നോക്കണം, എന്താണ് ഈ ബെറി എന്ന് നോക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ, ഒന്ന് കഴിച്ച് നോക്കാം. കഴുകിയിട്ട് കഴിക്കാം.